Hello friends, welcome to our YouTube channel Commerce World Malayalam. ഇന്ന് നമ്മൾ ഫാക്ടറി ആക്ടിന്റെ സ്കാനർ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കാൻ പോകുന്നത്. അതിലധികം ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, വളരെ കുറച്ച്, അതായത് ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതുവരെ ഒരു 2020 വരെയൊക്കെല്ലാം വന്ന അതിനുള്ളിൽ വന്ന എല്ലാ ക്വസ്റ്റ്യനും ഉണ്ടാവും. ഓക്കെ, ഇനി അതിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നിറയെ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇനി ഒരു സെക്ഷനായിട്ട് ഉൾപ്പെടുത്താം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ ഫാക്ടറി ആക്ട് നമ്മൾ എന്ത് ചെയ്തു, കഥയൊക്കെ കേൾക്കണ പോലെ ചുമ്മാ ഇരുന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി ഞാൻ അടുത്തെടുക്കാൻ പോണത് കോൺട്രാക്റ്റ് ആണ്. ഇപ്പൊ കോൺട്രാക്ട് ആക്ട് എടുക്കാൻ നേരത്തേക്കും ഇതേപോലെ കഥ കേൾക്കണ പോലെ എഴുതാൻ പറ്റില്ല അല്ലേ. അത് കുറച്ച് ബോറിങ്ങുമാണ്. എന്നാലും കഥ കേൾക്കണ പോലെ മാത്രമായിട്ട് നമ്മൾ ഓൺ സെന്റൻസിൽ എഴുതി അതിൽ മാർക്ക് കിട്ടൂല. അപ്പൊ ഞാൻ അത് വിശദമായിട്ട് അത് ക്ലാസ്സിൽ പറയാം. പക്ഷെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊ ഷോർട്ട് നോട്ട്സ് കുറച്ചൊന്ന് പറഞ്ഞിട്ട് ബാലൻസ് നമുക്ക് കോൺട്രാക്ട് ആക്ട് 1-2 ക്ലാസ് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് ബോറിങ് വരുമായിരിക്കും, ഒന്ന് ബോറടിക്കുമായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഒരു ക്ലാസ് എടുത്തിടാം. അതിനുശേഷം നമുക്ക് കോൺട്രാക്ട് ആക്ട് തുടങ്ങാം. അപ്പൊ ബോറടിക്കാതെ അങ്ങോട്ട് പോവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിന്റെ ഫാക്ടറി ആക്ടിന്റെ ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് ഓർഡറിലാണ് ഞാൻ പറഞ്ഞു പോയത്. പക്ഷെ ഞാൻ അതിന്റെ പോയിന്റ് മാത്രമായിട്ടുള്ള ഒരു നോട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ വിശദമായിട്ടൊന്നും ഉണ്ടാവില്ല, അതിൽ പോയിന്റ് ആയിട്ട് എല്ലാം കൂടി ചേർത്ത് വെച്ചൊരു നോട്ട്, അത് ഞാൻ എഴുതി കഴിഞ്ഞില്ല. ഞാനത് അപ്ലോഡ് ചെയ്യാം, ഇടയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഫാക്ടറി ആക്ടിന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് വന്നേക്കണേന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ 2010 ജൂണിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വർക്കിംഗ് അവേഴ്സ് ഫോർ ചിൽഡ്രൻ. അത് 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഒക്കെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പൊ ഇനി അതിൽ കൂടുതലൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. പക്ഷെ 4 മാർക്കാവുമ്പോൾ നമ്മളൊന്ന് എന്താ പറയാ, എന്തെങ്കിലും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് എഴുതാനായിട്ട്, ഷോർട്ട് നോട്ടാണ് എന്നാലും ഒരു പോയിന്റും വിട്ടു പോവാതെ വരെയൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഞാൻ അതിൻ്റെ ഞാൻ വായിക്കണ്ടല്ലോ, ഇത് നമ്മൾ ഓൾറെഡി എന്താണ് ഫീമെയിൽ ചൈൽഡ് എങ്ങനെയാണ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ഇത് വായിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ് വേണം, അല്ലെങ്കിൽ ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, നോട്ട് എഴുതുക. ഓക്കെ, പഠിക്കുക ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചത്. ഇതിലെല്ലാ പോയിന്റും നമ്മൾ പറഞ്ഞാൽ, ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറയാത്ത പോയിന്റ് ഒന്നും ഇല്ല, എല്ലാം ടെക്സ്റ്റിലുള്ളത് നമ്മൾ അങ്ങനെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പം അതുകൊണ്ട് ഇത് ഞാൻ വായിക്കണമില്ല, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എന്താന്നുള്ളത് നോക്കാം. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത് 2010 ഡിസംബറിൽ ചോദിച്ചിരുന്നത് ഓവർ ക്രൗഡിങ് ഫാക്ടറി ആക്ട്. ശരിക്കും ഞാൻ ഇതിന് 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് ഞാനിത് എക്സ്പെക്ട് ചെയ്യാത്തൊരു പോർഷനായിരുന്നു. അതെ, ഓവർ ക്രൗഡിങ്ങിനെ കുറിച്ചൊക്കെ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു 1 വേർഡിൽ അങ്ങനെയൊക്കെയാണ് ചോദിക്കുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. നമ്മുടെ പ്രതീക്ഷ തെറ്റിച്ചും ചോദിക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണിത് അല്ലേ. അപ്പൊ നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ഉൾക്കൊള്ളിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ വേണ്ടത്, ഫാക്ടറി ആക്ടിന് വേണ്ടത് എന്താണ്, നമ്മൾ ആ പോയിന്റ് മാത്രം ഒന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് നമ്മുടേതായ ഓൺ സെന്റൻസിൽ എഴുതാവുന്നതേ ഉള്ളൂ. ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പക്ഷെ ആ പോയിന്റ് തിരിഞ്ഞു മറിഞ്ഞു ഒന്നും പോകരുത്, അത് മാത്രമേ ഇവിടെ നോട്ട് ചെയ്യാനായിട്ടുള്ളൂ. ഇത് ഞാൻ വായിച്ചു നോക്കിയിട്ട് ഇത് ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് തിരിച്ച് ഞാനിത് വായിക്കണില്ല.
എനിക്ക് വേണ്ടതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേ എഴുതി വെക്കേ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ ഇതേപോലെ എന്ന് പറയുമ്പോൾ എല്ലാ പോയിന്റും വരില്ല, എന്നാലും ഒരു ജസ്റ്റ് ഓവർ ക്രൗഡിംഗ് എന്ന് വെച്ചാൽ ഇത്ര ക്യൂബിക് മീറ്റർ വേണം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളായിട്ട് പോയിന്റ് വൈസ് ആയിട്ട് തരാം എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് നോട്ട്. അതേപോലെ തന്നെ എന്താ ഒക്യുപ്പയറുടെ ഡ്യൂട്ടി, ഒക്യുപ്പയറെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പലയിടത്തും പലതായിട്ടാണ് പഠിച്ചത്. അത് നമുക്ക് ഒരുമിച്ച് തരണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതെല്ലാവരും എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പൊ ഇത് ആ 4th പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഓവർ ക്രൗഡിങ്ങിന്റെ ബാലൻസ് ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്യാം. ഇനി ഒക്യുപ്പയറിന്റെ ഡ്യൂട്ടി എന്താന്നുള്ളത് ആ 2011 ജൂണിൽ ചോദിച്ചാണ് അല്ലേ. നമ്മളത് ഡ്യൂട്ടീസിനെ കുറിച്ച് തനിയെ പറഞ്ഞു. പിന്നെ അതല്ലാണ്ട് ഞാൻ ഒരു ഷീറ്റ് എടുത്ത് അല്ലേ, ഞാൻ എഴുതിയ ഒരു നോട്ട് പോലെയുള്ള എടുത്ത് പോയിന്റ് വൈസ് ആയിട്ട് കാണിച്ചു. അപ്പൊ അത് 4 മാർക്കിനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്തായാലും നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ, അതായത് വരുമെന്ന് ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒക്യുപ്പയറിന്റെ ഡ്യൂട്ടി. ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അതായത് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കൂടി ചോദിച്ചിട്ടുണ്ടോ അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഓവർ ക്രൗഡിങ്, അത് ഞാൻ ഒരിക്കലും 4 മാർക്കിനായിട്ട് എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ 2020 ചോദിച്ചിട്ടുണ്ട്. അതേപോലെയൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇതേപോലെ രണ്ടാമതൊരു ആൻസർ വൈസ് പോയിന്റ് ആയിട്ട് കൊടുക്കാൻ നേരത്ത് നമ്മൾ നോട്ട് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സേഫ്റ്റി ഓഫീസേഴ്സ്, ഇതും ഇമ്പോർട്ടൻ്റ് ആയത് തന്നെയാണ്, ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇത് കുറെയൊക്കെ നമുക്ക് വലിച്ചു നീട്ടേണ്ടി വരും. നമുക്ക് എത്ര വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർ അപ്പോയിന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. പിന്നെ അതിനെന്താണ് അവരുടെ എന്തൊക്കെയാണെന്നുള്ളത് കുറച്ചും കൂടി അവരുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ചും കൂടി നമ്മൾ വലിച്ചു നീട്ടണം. 4 മാർക്കല്ലേ. ഓക്കെ, ഫോട്ടോ എടുത്തപ്പോൾ അത്ര ക്ലിയർ ആയിട്ടില്ല, എന്നാലും വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. 2017 ഡിസംബറിൽ ചോദിച്ചാണ് ക്ലീൻലിനെസ് ഓഫ് ഫാക്ടറി, അത് 5 മാർക്കിന് ചോദിച്ചാണ് അല്ലേ. നമ്മൾ മാക്സിമം ഇത് തന്നെയാണ് അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എഴുതാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏകദേശം എങ്ങനത്തെ ക്വസ്റ്റ്യനാ വരണത്, അതിൽ എങ്ങനെയൊക്കെ എന്തോരം പോയിന്റുകൾ ഉൾക്കൊള്ളണം ഒക്കെ മനസ്സിലായില്ലേ. നമ്മളൊരു ജസ്റ്റ് അത് അറിയാം അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്തെങ്കിലും അറിയാം എന്ന് പറഞ്ഞു പോയാൽ നമുക്ക് അവിടെ പോകുമ്പോൾ 5 മാർക്കിന്റെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അല്ലെ, ആ ഒരു പോയിന്റ് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് പഠിച്ചാലും നമ്മൾ കുറച്ച് അല്ലെ അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് നന്നായിട്ട് പഠിക്കാൻ തന്നെ ശ്രമിക്കണം. ഓക്കെ, അതിനാണ് ഞാൻ പോയിന്റ് ആയിട്ട് എഴുതുക എന്ന് പറയണത്. നമുക്ക് എവിടെ നിന്നൊക്കെ എന്തൊക്കെ പോയിന്റ് കിട്ടോ
അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് തന്നെ വെക്കുക. എങ്കിൽ മാത്രമേ ഈ 5 മാർക്കിനൊക്കെ ചോദിച്ചാൽ നമ്മൾ എഴുതി ഒപ്പിക്കണ്ടേ. ചുമ്മാ ഇരുന്ന് ഗ്യാസ് അടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്കങ്ങനെ മാർക്ക് കിട്ടില്ല. അവിടെ പോയിന്റ് വേണം, കാര്യം വേണം. നമ്മൾ CMA പോലുള്ള ഒരു ഡിഗ്രിക്ക് പഠിക്കാൻ നേരത്ത് നമ്മൾ ചുമ്മാ എടുത്ത് വായി തോന്നി എഴുതിയ ഒരിക്കലും മാർക്ക് കിട്ടില്ല. പേപ്പർ നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ പോയിന്റ് വേണം. അപ്പം ആ പോയിന്റ് ഇത് പഠിക്കാനായിട്ട്, ഇത് പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ എന്താ പോയിന്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ പോയിന്റ് വെച്ച് നമ്മൾ എഴുതാൻ സാധിക്കും. പോയിന്റ് മറന്നു പോകാതിരിക്കാനായിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. 2018 ജൂണിൽ ചോദിച്ചാണ്. മാനുഫാക്ചറിങ് പ്രോസസ് അണ്ടർ ഫാക്ടറി ആക്ട് 1948, 5 മാർക്ക്. ഇത് പിന്നെ നമ്മളൊന്നും പറയാനുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഞാൻ എടുത്തപ്പോഴൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു നോക്കണം. ഇതിൻ്റെ ആൻസർ ബാലൻസ് നെക്സ്റ്റ് പേജിലുണ്ട്, അതെടുക്കാം. അല്ലേ, നമുക്ക് അതേ പോയിന്റ് അങ്ങനെ തന്നെ എഴുതി വെക്കുക. കാരണം നമ്മൾ പഠിച്ചത് തന്നെയാണ്, അത് അങ്ങനെ തന്നെ എഴുതുകയും ചെയ്യുക. ഇത് എന്താ പറയുക, ഇത് പഠിക്കാതിരിക്കാൻ പറ്റില്ല. എന്തായാലും പഠിച്ച് തന്നെ പോവാം. കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അടിയിലേക്ക് in this regard it become necessary to discuss some special circumstances that came up in some court cases എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, 1-2 എണ്ണമെങ്കിലും, കാരണം 5 മാർക്കിൻ്റെ അല്ലേ, ഏതെങ്കിലും 1-2 എണ്ണമെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എന്താ ഞാനത് ഓക്കെ, ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നണം അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്നത് അതൊന്നും തെറ്റിക്കാതെ ഉൾപ്പെടുത്താം. ഓക്കെ, 5 മാർക്ക് ആവുമ്പോൾ ഇത്തിരി പേപ്പർ വാല്യൂ ചെയ്യണവർക്ക് നമുക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ള ആ ഒരു തോന്നൽ വരും. ഇനി 2 പോയിന്റ് കൂടി ഉണ്ട്, അത് അടുത്ത പേജിലാണ്, അതുകൂടി നോക്കാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് എന്താണെന്നറിയാലോ. ഇതിൽ കേസ് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ഏതാണോ, നിങ്ങൾക്ക് എല്ലാം കൂടി ഓർത്തൊന്നും വെക്കാൻ പറ്റില്ല. പക്ഷെ 1-2 എണ്ണമെങ്കിലും സിമ്പിൾ എന്ന് തോന്നണ ഏതെങ്കിലുമൊക്കെ തെറ്റിക്കാതെ അത് നോട്ട് ചെയ്ത് വെച്ചാൽ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് 2019 ജൂണിൽ ചോദിച്ചത്. സോറി, 2019 ജൂൺ ആണെന്ന് തോന്നുന്നു. ആനുവൽ ലീവ്. അത് എത്ര മാർക്ക്? അതോ 5 മാർക്കിൻ്റെയാണ് ആനുവൽ ലീവിനെ കുറിച്ച് ചോദിച്ചത്. അതുകൊണ്ട് നോക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഷോർട്ട് നോട്ടായിട്ട് ഇതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ലാസ്റ്റ് ഇയേഴ്സിനെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതത്ര വിട്ടുകളയേണ്ട ചാപ്റ്ററൊന്നും അല്ല. അതിനനുസരിച്ച് പഠിക്കുക. ഞാനത് നിങ്ങളും പോയിൻ്റായിട്ട് എഴുതി വെച്ച് പഠിക്കുക. ഞാനത് പോയിൻ്റാക്കി തന്നെ ഇനിയൊരു ഇതിലെ വീഡിയോയിലായിട്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. 2 മാർക്ക് 4 മാർക്ക് ആയിട്ട് നിറയെ ചോദിച്ചിട്ടുണ്ട് ഇന്ന് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ.
നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, ബൈ. താങ്ക് യു.